നിങ്ങൾ ചെല്ല്. ജിതിൻ, നിങ്ങളോട് ചെല്ലാനല്ലേ പറഞ്ഞത്? ഓ ജിതിൻ, നമ്മൾ വന്ന കാര്യം സാധിച്ചില്ലല്ലോ. ആ കിളവന്റെ ഷോ നീ കണ്ടതല്ലേ? ഇനി അയാൾ ഇവിടെ നിന്നാലേ എന്റെ കൈ കൊണ്ട് അയാൾ ചാവും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ അയാളെ ഞാൻ പറഞ്ഞു വിട്ടത്. തൽക്കാലം അയാളെ വെറുതെ വിടാം. വേറൊരു ദിവസം ആവട്ടെ, അന്ന് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. നമ്മളിവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം ഇയാൾ പാർവതിയോട് പറയില്ലേ? ഇയാളിപ്പോ പറഞ്ഞാലും ഇല്ലെങ്കിലും പാർവതിക്ക് നമ്മളിലുള്ള സംശയമൊന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്, നമുക്ക് പോവാം. നീ വാ. വിശാൽ സർ, എന്തു പറ്റി? മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ. എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. അതെ പാർവതി, ഞാനിപ്പോൾ വല്ലാത്തൊരു ടെൻഷനില്ല. എന്താ എന്താ കാരണം? നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ കുത്തനെ ഇടി. ഈ പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ കമ്പനിയെ എങ്ങനെയും രക്ഷപ്പെടുത്താം സർ. ആ വിശ്വാസം എനിക്കുണ്ട്. അത് സാറിനും ഉണ്ടാവണം. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം. എന്താ രണ്ടുപേരും ഇവിടെ? ഞാൻ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അമ്മേ, നമ്മുടെ കമ്പനിക്ക് ഷെയർ മാർക്കറ്റിൽ വലിയ ഇടിവാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇവിടെ ആകെ അസ്വസ്ഥരായിട്ടിരിക്കുക തൊഴിലാളികൾ. ഇങ്ങനെ പറയുന്നതുകൊണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഈ മാനേജ്മെന്റ് മാറണമെന്ന് അവരുടെ അഭിപ്രായം. എടാ, മാനേജ്മെന്റ് മാറുന്ന എന്തിനാ? ബിസിനസ് ആവുമ്പോ ലാഭവും നഷ്ടവും ഒക്കെ സ്വാഭാവികമല്ലേ? ഇപ്പൊ ഇത്തിരി നഷ്ടം ഉണ്ടായെന്ന് കരുതി നാളെ അത് മാറാതിരിക്കുവോ? അമ്മയുടെ ഉഴപ്പൻ മട്ടിലുള്ള ഈ സമീപനം അവസാനിപ്പിക്കണം. അത് കമ്പനിക്ക് ദോഷം ചെയ്യും. ദേ പാർവതി, നീ എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കറിയാം എന്ത് വേണോന്ന്. അമ്മയുടെ അറിവിന്റെ കൂടുതൽ കൊണ്ടാവും കമ്പനി ഇപ്പൊ ഈ അവസ്ഥയിലെത്തിയത്. കമ്പനി നഷ്ടത്തിലാണ് നീങ്ങുന്നത് എന്നുള്ള വസ്തുത നിഷേധിക്കാനാവില്ലല്ലോ. ഈ അവസ്ഥയില് തൊഴിലാളികൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവരോട് എന്തു മറുപടിയാ പറയാൻ പോകുന്നത്? തൊഴിലാളികൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. നീയായിട്ട് അവരെ ഇളക്കി വിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നിന്റെ പറച്ചില് കേട്ടിട്ട് നീ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇവിടെ കൊടികെട്ടി സമരം ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നല്ലോ. അല്ല, അതാണോ നിന്റെ ഉദ്ദേശം? ഏതായാലും കമ്പനി അടച്ചു പൂട്ടുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകാൻ
ഞാൻ സമ്മതിക്കില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തൊഴിലാളികളെ കൂട്ടി സമരം ചെയ്യേണ്ടി വന്നാ അതും ഞാൻ ചെയ്യും. പാർവതി പ്ലീസ്, നീ ഇപ്പൊ ഒന്ന് കൂളാവ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ തർക്കിച്ചിട്ടോ പരസ്പരം പഴിച്ചാരിയിട്ടോ ഒരു കാര്യമില്ല. ഈ അവസരത്തിൽ നമ്മൾ അമ്മയോടൊപ്പം നിൽക്കണം, അമ്മയ്ക്ക് പിന്തുണ കൊടുക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കമ്പനിയുടെ ഉത്തരവാദിത്തം അമ്മയ്ക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഉത്തരവാദിത്വം അമ്മയ്ക്ക് വലിയൊരു ഭാരമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ ഭാരം ലഘൂകരിക്കാൻ നമ്മൾ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അല്ലമ്മേ, പുതിയതായി ഒരു കമ്പനി സെക്രട്ടറിയെ വിനയ് നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ കമ്പനി സെക്രട്ടറി എന്താ അവിടെ ചെയ്യുന്നത്? എനിക്കൊന്നും അറിയില്ല മോനെ. നീ പറഞ്ഞത് വാസ്തവമാ. എനിക്കെന്റെ ഉത്തരവാദിത്വം എനിക്ക് കറക്റ്റ് ആയിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നില്ല. റിയയെ കൊണ്ടാണെങ്കിൽ കാര്യമായിട്ടുള്ള പ്രയോജനവും ഇല്ല. ഒരു കണക്കിന് ഈ നഷ്ടത്തിനൊക്കെ കാരണക്കാരി അവളാണെന്ന് തന്നെ പറയാം. ആ മോനെ, മോനൊരു കാര്യം ചെയ്യാം. ഒരു തുമ്പോ തെളിവോ അരവിന്ദിന് കിട്ടാൻ പോകുന്നില്ല. ഇതേ അരവിന്ദ് നടത്തുന്ന ഒരു പാഴ്വേലയാണ്. സത്യം ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. സത്യം ഒരു ദിവസം പുറത്തു വരും പ്രഭാവതി അമ്മേ. ഞാനത് പുറത്തു കൊണ്ടുവന്നിരിക്കും. അത് എന്റെ നിയോഗം. ആ നിയോഗം ഞാൻ നിറവേറ്റിയിരിക്കും. നമുക്ക് കാണാവിടി. കാണാം. വിനയ്, എന്താ അറിയാ? കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾ പ്യൂണാക്കിയവൻ വീണ്ടും ഓഫീസിൽ കയറി അക്കൗണ്ട്സും മറ്റും പരിശോധിക്കാൻ തുടങ്ങി. അല്ല, നീ എന്തായി പറയുന്നത്? വിശാൽ അവിടെ അക്കൗണ്ട്സ് പരിശോധിക്കുകയാണെന്ന്. അവനോടാരാണ് അക്കൗണ്ട്സ് നോക്കാൻ പറഞ്ഞത്? അമ്മയിലായിരുന്നു അവിടെ? അമ്മ തന്നെയാണ് അയാളെ അതിന് നിയോഗിച്ചത്. ഈ അമ്മ എന്തിനാ അവനെ അതിനെ അനുവദിച്ചത്? ഒഫീഷ്യൽ കാര്യങ്ങളിൽ അവനെ ഒരിക്കലും ഇടപെടുത്തരുതെന്ന് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ട് അമ്മ അത് മറന്നുപോയോ? അതോ അമ്മയ്ക്ക് അവനോട് സഹതാപം തോന്നി തുടങ്ങിയോ? അമ്മയെ ഞാനൊന്ന് വിളിക്കട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, എന്നിട്ട് വിളിച്ചാ മതി. അമ്മയോട് ഇതിപ്പോ തന്നെ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ലറിയാം. ഈ വിവരം ഞാൻ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചതാ. വിശാലിനെ തൽക്കാലം ഒതുക്കാൻ വേണ്ടി മാത്രമാണ് അക്കൗണ്ട്സ് പരിശോധിക്കാൻ ഏർപ്പെടുത്തിയെന്നാണ് ആന്റി പറഞ്ഞത്. അല്ല, അവനെ എന്തിനാ ഇപ്പൊ ഒതുക്കണം?
അതിന് മാത്രം അവൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? വിനയ്, നമ്മുടെ കമ്പനി ഇപ്പോ നഷ്ടത്തിലാണ് നീങ്ങുന്നതെന്നുള്ള വിവരം കമ്പനിയിലെ തൊഴിലാളികൾ അറിഞ്ഞു കഴിഞ്ഞു. അതറിഞ്ഞിട്ട് അവര് വിശാലിനെ കണ്ട് പരാതിപ്പെട്ടു. അവരുടെ പരാതി കേട്ട് വിശാലും പാർവതിയും ചേർന്ന് ആന്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു. നഷ്ടം ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ തൊഴിലാളികളെയും കൂട്ടി പ്രക്ഷോഭം തുടങ്ങുമെന്ന് പാർവതി ആന്റിയെ വെല്ലുവിളിച്ചു. അങ്ങനെ ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആന്റി ഈ നാടകം കളിക്കുന്നത്. ഛേ, മുന്നും പിന്നും നോക്കാതെ അമ്മ അവനെ അക്കൗണ്ട്സ് ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ആന്റിയോട് പറഞ്ഞു. ഇനി അവൻ നുഴഞ്ഞ് അക്കൗണ്ട്സിൽ കയറുമോ? പാർവതി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാവും വിശാൽ ഇപ്പോ തല പൊക്കി തുടങ്ങിയത്. എന്നെ കമ്പനി സെക്രട്ടറി ആക്കിയത് എന്തിനാണെന്ന് അയാൾ ആന്റിയോട് ചോദിച്ചു. ഓഹോ, അപ്പോ ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ കമ്പനിയിൽ നടക്കുന്നുണ്ടല്ലേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനെ അവളെ ഒതുക്കണം, ഒതുക്കിയേ തീരൂ. വിശാൽ എന്നെ ചോദ്യം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് കലി കയറിയിരിക്കുക. നീ വിഷമിക്കണ്ടറിയാം, അവന്റെ അവളുടെ പത്തി ഞാനടിച്ച് താഴ്ത്തിക്കോളാം. ഉടനെ തന്നെ അത് ചെയ്യണം. ഇല്ലെങ്കിൽ ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. കമ്പനി നഷ്ടത്തിലാണെന്നറിഞ്ഞ് അസ്വസ്ഥരായിരിക്കുന്ന തൊഴിലാളികളെ അവർക്ക് ഇളക്കി വിടാൻ എളുപ്പമാ. തൊഴിലാളികൾ പ്രക്ഷോഭത്തിനിറങ്ങിയാ പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അല്ല, കമ്പനി നഷ്ടത്തിലായതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രതിസന്ധി. അതെ, ഞാൻ തുറന്നു ചോദിക്കുകയാണ്, ഷെയർ മാർക്കറ്റിലെ ശക്തമായൊരു തിരിച്ചുവരവിന് ഇനി നമുക്ക് സാധിക്കുമോ? എന്താ വിനയ്, എന്നെ വിശ്വാസമില്ലേ? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ബിസിനസ് ലാഭകരമാക്കുമെന്ന് നീ തന്നെ ഉറപ്പു നൽകിയതാണ്. അതിപ്പോ തെറ്റിയിരിക്കുക. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കണം. മെല്ലെ മെല്ലെ മാത്രമേ നമുക്ക് മാർക്കറ്റ് നേടാൻ സാധിക്കൂ. അല്ല, എത്ര ദിവസം കാത്തിരിക്കണം? അതിനുള്ള ഉത്തരം പറഞ്ഞതാ. അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ എന്താ വല്ല പൂജ നടക്കുന്നുണ്ടോ? ഇവൾക്ക് ഇതെന്തു പറ്റി? വല്ലാത്ത മാറ്റമാണല്ലോ. പെട്ടെന്നെന്താ തീവ്ര ഭക്തയായത്? പല്ലവി, ആ, വിപിൻ സാറ് വന്നോ? അമ്മേ മഹാമായേ, ദേവി ശക്തി സ്വരൂപിണി, അഖിലാണ്ടേശ്വരി, ഭഗവതി കാത്തു രക്ഷിക്കണേ. പല്ലവി, തനിക്ക് എന്താ പറ്റിയത്? എന്താ ഈ ജപവും കോലമൊക്കെ? എല്ലാം പാർവതി ചേച്ചിയുടെ മഹത്വം. പാർവതിയുടെ മഹത്വം? എനിക്കൊന്നും മനസ്സിലായില്ല. നീ എന്താ ഈ വേഷത്തിൽ നിൽക്കുന്നത്? നീ എന്തെങ്കിലും തീർത്ഥയാത്ര നടത്താൻ പോവാണോ? വിപിൻ സാർ എന്താ എന്നെ പരിഹസിക്കുകയാണോ? വിപിൻ സാറിന് എന്നെ പരിഹസിക്കാൻ മാത്രമേ നേരമുള്ളൂ. നീ കാര്യം എന്താണെന്ന് പറയൂ. പറയാം. പാർവതി ചേച്ചി ഉപദേശിച്ചതിനനുസരിച്ചാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്നു മുതൽ 7 ദിവസം വ്രതം നോക്കി സുമംഗലി പൂജ ചെയ്യാൻ പോവാ ഞാൻ. സുമംഗലി പൂജയോ? അതെ, നമുക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന പൂജയാ അത്. കൊള്ളാം. പൂജ നടത്തിയ ഉടൻ കുട്ടികളുണ്ടാവാൻ പോവല്ലേ? നിഷേധം പുലമ്പാതെ എന്റെ പൂജകൾക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. വേഗം. എനിക്ക് ഉടനെ പൂജ ആരംഭിക്കണം. എന്നോടൊപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ലേ വിശാൽ സാർ? എന്നിട്ട് സാർ ഇതെവിടെ പോയി? തീരെ പാതിര കഴിഞ്ഞല്ലോ. സാർ എവിടെ പോയെന്ന് ആരോടാന്ന് അന്വേഷിക്കാം. ഇത്രയും വൈകുന്നത് എന്താ? സാറിന് നീ വല്ല ആപത്തും പറ്റിയിട്ടുണ്ടാവോ?
എൻ്റെ ഉദയനൊരമ്മ സാറിന് ഒരാപത്തും വരുത്തല്ലേ. വിശാൽ സർ, അയ്യോ സർ, സാറിന് എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. അയ്യോ, ദേഹം മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താ സർ, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? എടോ, പേടിക്കാനൊന്നുമില്ല. ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ. അയ്യോ, ഇതാണോ ചെറിയ മുറിവ്? വിശാൽ സർ, എന്താ പറ്റിയെന്ന് പറയൂ. വരുന്ന വഴിയില് ആരൊക്കെയോ ചേർന്ന് എന്നെ തല്ലി. അയ്യോ, ഞാനും വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാത്തിനും കണക്കിന് കൊടുത്ത് ഓടിച്ചു വിട്ടു. അതിനിടയിൽ കിട്ടിയതാ ഈ മുറിവുകളൊക്കെ. എന്തായാലും ഇത് വലിയ കഷ്ടായി പോയല്ലോ സാറ്. ഏത് ദ്രോഹികളാ ഇതൊക്കെ ചെയ്തത്? തന്നെ തട്ടിക്കൊണ്ടുപോയ ആ ടീമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി സാർ ഒരിടത്തും തനിച്ച് പോകണ്ട. ആരെങ്കിലും ഒപ്പം കൂട്ടണം. തല്ലിയന്മാരാരാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. സാറിന് ശരിക്കും വേദനിക്കുന്നുണ്ടോ? എടോ, സാരമില്ലടോ. എന്നാലും താൻ കരയാതിരിക്കുക. കരയാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. താൻ പോയിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ. ഞാനിപ്പോ കൊണ്ടുവരാം. ആ ചെല്ല. എന്താ ഒരു അമാന്തം? എന്താലോചിച്ച് നിൽക്കുക? എന്റെ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ വേഗം ചെയ്യൂ. പല്ലവി, പറയുന്നുണ്ട് നിനക്ക് അലോഹ്യമൊന്നും തോന്നരുത്. താൻ വെറുതെ ഈ പൂജകളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഓ, അപ്പോ സുമംഗലി പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റില്ലെന്നാ വിപിൻ സാറ് പറയുന്നത്. തൽക്കാലം തന്റെ ഭക്തി മനസ്സിൽ മതി. അല്ലെങ്കിലും സാറിന് പ്രധാനം മറ്റുള്ളവരുടെ സന്തോഷമാണല്ലോ. സ്വന്തം ഭാര്യ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ സാറിന്? എന്നെ തീരെ പരിഗണിക്കാറില്ലല്ലോ. എനിക്ക് വേണ്ടി ഈ ഒരു ചെറിയ സഹായം പോലും ചെയ്യണമെന്നില്ലല്ലോ. സാർ ഒന്നും ഓർക്കണം, ഈ പൂജ പാർവതി ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ നടത്താൻ പോകുന്നത്. ഞാൻ നടത്തുന്ന പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി പാർവതി ചേച്ചിയും വിശാൽ സാറും വരുന്നുണ്ട്. അവരെ ഓർത്തെങ്കിലും സാർ ഈ പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ചേട്ടനും പാർവതിയും പൂജയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടോ? ശരി, അങ്ങനെയെങ്കിൽ അധികം ആർഭാടം വരാത്ത ഒരു പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ഓഹോ, അപ്പൊ നാളെ പാർവതി ഇവിടെ വരുമല്ലേ? അവള് വന്നാ അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കണക്കിന് അപമാനിച്ച് അവളെ ഇവിടുന്ന് ഇറക്കി വിടണം. പല്ലവി, എന്താ പല്ലവി ആകെ ഒരു ഭക്തിമയം? ഇടയ്ക്കൊക്കെ ഭക്തിയൊക്കെ വേണ്ടേ? ആ പാർവതി പോയതോടെ ഇവിടെ പൂജയും ഭക്തിയൊക്കെ കുറഞ്ഞെന്നാ ഞാൻ കരുതിയത്. അതെങ്ങനെ കുറയും? ചേച്ചിയില്ലെങ്കിലും ഞാനില്ലേ ഇവിടെ. എന്തായാലും പാർവതിക്ക് അതീവ ഭക്തിയായിരുന്നല്ലോ. അത് ഉദയനൊരമ്മയുടെ അനുഗ്രഹം ഉള്ളവളാ എന്റെ ചേച്ചി. അതുകൊണ്ടാ ചേച്ചിക്ക് അത്രമാത്രം ഭക്തി. ഉദയനൊരമ്മയുടെ അനുഗ്രഹം പണ്ട് മുതലേ പാർവതിക്കുണ്ടായിരുന്നോ? പിന്നെ കുട്ടിക്കാലം മുതൽക്കേ ചേച്ചിക്ക് അമ്മയുടെ അനുഗ്രഹമുണ്ട്. ഓ, എങ്ങനെ കിട്ടിയത്? അങ്ങനെ ചോദിച്ചാ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ എനിക്കറിയില്ല. ചേച്ചി മുത്തശ്ശനൊപ്പം ഉദയനൂർ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകയായിരുന്നു.
ചിലപ്പോ ചേച്ചിയുടെ ഭക്തി കണ്ട് അമ്മ ചേച്ചിയിൽ കുടിയേറിയതായിരിക്കും. പാർവതിക്ക് ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും എന്ന് പറയുന്നത് ശരിയാണോ? അതിനെന്താ സംശയം? ചേച്ചിക്ക് ആ പ്രത്യേക കഴിവുണ്ട്. അതിനുള്ള എത്ര ഉദാഹരണങ്ങൾ ഈ വീട്ടിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. അല്ല, പാർവതിക്ക് അത്തരം എന്തെങ്കിലും മുൻകൂട്ടി കാണാനായാൽ പാർവതി പല്ലവിയോട് പറയാറുണ്ടോ? ഏയ്, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പല്ലവിക്ക് അത് തിരിച്ചറിയാൻ പറ്റോ? ഏയ്, എനിക്കെന്നല്ല, പാർവതി ചേച്ചിയുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തിന്? വിശാൽ സാറിന് പോലും അതിന് സാധിക്കില്ല. അപ്പോ പാർവതിയെ അത്ര പെട്ടെന്നൊന്നും ആർക്കും പറ്റിക്കാനാവില്ല അല്ലേ? അവളെ ഒരു കാര്യത്തിൽ മാത്രമേ പറ്റിക്കാനാവൂ. ഉദയന്നൂർ ദേവിയുടെ പ്രസാദം എന്ന് പറഞ്ഞ് എന്ത് വിഷം കൊടുത്താലും അവൾ അത് കണ്ണും പൂട്ടി വാങ്ങിക്കഴിക്കും. അല്ല, പ്രിയ എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചതാ. യു ക്യാരി ഓൺ. അപ്പൊ ഉദയന്നൂർ ദേവിയുടെ പ്രസാദം എന്ന് പറഞ്ഞ് എന്ത് വിഷം കൊടുത്താലും അവൾ അത് കണ്ണും പൂട്ടി വാങ്ങിക്കഴിക്കും.